പശ്ചിമബംഗാളിലെ അലിപ്പൂർ കളക്ടറേറ്റ് ഓഫീസിലുണ്ടായ തീപിടുത്തത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. തീപിടുത്തത്തിൽ 4000-ഓളം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ കത്തിനശിച്ചിരുന്നു. ഈ മാസം 10-നാണ് അലിപ്പൂർ കളക്ടറേറ്റ് ഓഫീസിൽ തീപിടുത്തമുണ്ടായത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, ഇലക്ഷൻ അട്ടിമറിച്ചാണ് BJP അധികാരത്തിലേക്ക് എത്തുന്ന TMC ഇപ്പോഴും അവർ വാദിച്ചുകൊണ്ടിരിക്കുന്നു. പ്രതിപക്ഷത്തിന്റെ ആരോപണമാണത്. ആ ആരോപണത്തിനിടയിൽ ഈ പറയുന്ന 4000-ഓളം EVMകൾ കത്തിനശിച്ചു എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. അന്വേഷണം തുടങ്ങിയോ ബൽറാം? വെരി ഗുഡ് മോർണിംഗ് ഹാഷ്മി അമൃത. ഹാഷ്മി, ഈ വിഷയത്തിൽ അതേസമയം ആരോപണം ഉയരുന്നത് തൃണമൂൽ കോൺഗ്രസിന് നേരെ തന്നെയാണ്. അതായത് അലിപ്പൂർ കളക്ടറേറ്റിൽ ബുധനാഴ്ച ഉണ്ടായ തീപിടുത്തം അത് വലിയ വിവാദങ്ങൾക്ക് ഇടവെച്ചിരുന്നു. ഇത്രത്തോളം തന്ത്രപ്രധാനമായ ഒരു കെട്ടിടത്തിൽ, ആ കെട്ടിടത്തിലെ 3 നിലകളിലായാണ് തീപിടുത്തം ഉണ്ടായിരുന്നത്. അത് ഈ അലിപ്പൂർ കളക്ടറേറ്റ് തന്നെയാണ് ഈ ജില്ലാ പഞ്ചായത്ത് പരിഷത്തിന്റെ ഓഫീസും പ്രവർത്തിക്കുന്നത്. ആ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. 3, 8, 9 നിലകളിലാണ് തീപിടുത്തം ഉണ്ടായത്. ഇത് തൃണമൂൽ കോൺഗ്രസിന്റെ അട്ടിമറി എന്ന ആരോപണം സംസ്ഥാന സർക്കാരിലെ മന്ത്രിമാരും ഒപ്പം തന്നെ BJPയും മണിക്കൂറുകൾക്കകം തന്നെ ഉന്നയിച്ച് കഴിഞ്ഞിരുന്നു. കാരണം ഈ ജില്ലാ പരിഷത്ത് ഭരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് ആണ്. അഭിഷേക് ബാനർജിക്ക് നിർണായക സ്വാധീനമുണ്ട്. ഈ തീപിടുത്തത്തിലൂടെ 10 നിയമസഭാ മണ്ഡലങ്ങളിലെ, അതായത് ഏതാണ്ട് 4000-ഓളം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ കത്തിനശിച്ചിരുന്നു. ഒപ്പം തന്നെ ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിലെ PC യൂണിറ്റും കത്തിനശിച്ചിരുന്നു. ഡയമണ്ട് ഹാർബർ അഭിഷേക് ബാനർജിയുടെ മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ അട്ടിമറി ശ്രമം ഉണ്ടായിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നാണ് എന്ന ആക്ഷേപം ഉയർന്ന ഒരു പശ്ചാത്തലത്തിലാണ് കൊൽക്കത്ത പോലീസിന്റെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ അന്വേഷണത്തിനായി നിയോഗിച്ചിരിക്കുന്നത്. 4 അംഗ അന്വേഷണ സംഘം ഇതിനകം തന്നെ പരിശോധനകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേക ഫോറൻസിക് സംഘത്തോടൊപ്പമാണ് പരിശോധനകൾ നടത്തുന്നത്. എന്താണ് ഈ ഇത്തരത്തിലൊരു തീപിടുത്തത്തിന് കാരണം എന്നതും ഒപ്പം തന്നെ അട്ടിമറിയുണ്ടോ എന്നീ കാര്യങ്ങളായിരിക്കും ഈ സംഘം അന്വേഷിക്കുക. ഈ കെട്ടിടങ്ങൾ, അതായത് തീപിടുത്തമുണ്ടായ നിലകൾ തമ്മിലുള്ള വ്യത്യാസം തന്നെയാണ് വലിയ സംശയത്തിന് ഇടയാക്കിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.